2014 മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പല രീതിയിലുള്ള ഒഴുക്കുകൾ, അതും പാരമ്പര്യമുള്ള നേതാക്കൾ, കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കൾ. ഇന്നലെ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഇന്ന് രാവിലെ ബിജെപിയിലേക്ക് കൂടുമാറുന്ന നേതാക്കളല്ല ഞാൻ ഈ പറഞ്ഞ ആരും തന്നെ. ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ റീത്ത ബഹുഗുണ ആദ്യം തന്നെ ബിജെപിയിലേക്ക് പോയി. ജ്യോതിരാദിത്യ സിന്ധ്യ, എത്രയോ കാലത്തെ പാരമ്പര്യമുണ്ട് സിന്ധ്യ ഫാമിലിക്ക്. മാധവറാവു സിന്ധ്യയുടെ ഫാമിലിയാണ്. അവിടുന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ നേരെ ചൂടുമാറുന്ന ഒരു സംസ്ഥാന സർക്കാരിനെ താഴെയിട്ടു. അതേപോലെ പലരും, ഇപ്പോൾ ജിതേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജിതേന്ദ്ര പ്രസാദ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു ജിതേന്ദ്ര പ്രസാദ്. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പട്ടേൽ പിന്നോക്കക്കാർക്ക് വേണ്ടി സമരം നയിച്ച് കോൺഗ്രസിലേക്ക് വന്ന നേതാവാണ്. ഒരു സുപ്രഭാതത്തിൽ ബിജെപിയിലേക്ക് മാറി. ഇതൊരു ഒരു പ്രതിഭാസമാണ്. ഇത് അധികാരം തുടർച്ചയായി ബിജെപി നിലനിർത്തുകയും ഇനിയും അവർ തന്നെ അധികാരത്തിൽ തുടരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാധ്യത എന്നെ ഒട്ടും തന്നെ ഞെട്ടിക്കുന്നില്ല.